5 അടിയങ്ങളെ വിട്ട് കടന്നുപോയല്ലോ. എന്നാൽ ഈ 2026 നമുക്ക് ദൈവം ദാനമായി തന്നതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാരണം ഈ ആയുസ് നമുക്ക് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല എന്നുള്ള ആ അവസ്ഥയിലാണ് നാം ഇന്ന് മുമ്പോട്ട് പോകുന്നത്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വൈകുന്നേരത്ത് വീട്ടിൽ കടന്നു ചെല്ലാമോ എന്ന് നമുക്കറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ജീവിതം. എന്നാൽ ഒന്ന് ഓർക്കണമേ, നമ്മളെ നിലനിർത്തുക ഒന്നുണ്ട്, കർത്താവിൻ്റെ ഈ സത്യവചനം, സത്യസുവിശേഷം. സുവിശേഷം എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ, ഏത് വ്യക്തിയിലത് ആ സുവിശേഷം എത്തിയിട്ടുണ്ടോ, ഏത് കുടുംബത്തിൽ ആ സുവിശേഷം എത്തിയിട്ടുണ്ടോ, ഏത് ദേശത്ത് ആ സുവിശേഷം എത്തിയിട്ടുണ്ടോ, അതെല്ലാം അനുഗ്രഹം പ്രാപിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ആവുന്നു സുവിശേഷം. ഈ സുവിശേഷം ആരംഗീകരിക്കുന്നുവോ ആ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരും. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ 2026 വർഷം ആയപ്പോഴും മനുഷ്യൻ സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയല്ലേ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നത്. ഓരോ ദിവസവും നേരം വെളുക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത നമുക്ക് സന്തോഷമുള്ളതാണോ, അത് സമാധാനം തരുന്നതാണോ എന്ന് നമ്മളൊന്ന് അല്പസമയം ചിന്തിക്കണമേ. ഒരു ദേശത്തും ഒരു രാജ്യത്തും നമ്മുടെ ഭവനങ്ങളിലും നാം ആഗ്രഹിക്കുന്ന സമാധാന സ്വസ്ഥത ഇന്ന് വരെയും അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിൻ്റെ കാരണം എന്താണ് പ്രിയമുള്ളവരെ? നമ്മുടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്താണ് രക്ഷ? ഈ രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശു നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പ്രിയമുള്ളവരെ, അതെത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? നമ്മൾ ഇന്ന് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, നമ്മൾ എവിടെ ചെന്നാൽ നമുക്ക് സമാധാനം കിട്ടും, എന്ത് ചെയ്താൽ നമുക്ക് സമാധാനം കിട്ടും എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലൂടെ ഉടനീളം നമ്മൾ ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അല്ലാതെ നമുക്ക് സമാധാനമില്ല കേട്ടോ. ആ സന്നിധി അല്ലാതെ നമുക്ക് സന്തോഷം തരുന്ന സന്നിധി വേറെ ഒന്നുമില്ല കേട്ടോ. നാം എന്തെല്ലാം ചെയ്തു കൂട്ടുന്നുണ്ട് ഈ ദിവസങ്ങളൊക്കെ, നാം ചെയ്തു എന്തെങ്കിലും ഒരു കുറവ് വരുന്നുണ്ടോ? എന്നാൽ പ്രിയമുള്ളവർ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ? അതാണ് ഞങ്ങൾ സുവിധേ, നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരേ ഒരു വാക്കാണ് കർത്താവ് യേശു ക്രിസ്തു. ആ സന്നിധി മാത്രമാണ് നമുക്ക് സമാധാനം തരുന്നത്. ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും നമുക്ക് സമാധാനം കിട്ടുവാൻ ഈ ലോകത്തിൽ ഒന്നിനും സാധ്യമല്ല കേട്ടോ. ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ആര് കടന്നു വരുന്നുവോ ആ മനുഷ്യൻ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കും കേട്ടോ. നമ്മളിത് വേറെ പുസ്തകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ